ഇതാണ് നമുക്ക് അപ്പം നമുക്ക് അടുത്ത ഫാമിലേക്ക് പോകാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് അടുത്ത ഫാമിൽ ഇത് എൻ്റെ ഉപ്പച്ചിയാണ്. ഉപ്പച്ചി അടുത്ത ഫാമാണ്. ഇതാണ് അടുത്ത ഫാം. ഫാമാണ്. അപ്പം നമ്മളിപ്പച്ച് വിളിക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെള്ളപ്പൂക്കളാണ്. ഇത് വെറ്റുള്ളത് കോഴിക്കളാണ്. കോഴിക്കളാണ് ഉണ്ടോ? കോഴിക്കളാണ്. നമുക്ക് ഇറങ്ങട്ടോ. നമുക്ക് അടുത്ത സമയത്ത് ഇറങ്ങും. അപ്പം ഇതടുത്ത ഫോൺ. ഇവിടെ ആദ്യമൊന്നുമില്ല. ഉപ്പച്ചി നമുക്ക് ഇവിടെ വെച്ചിട്ട് കറങ്ങി. ഇവിടെ വേണ്ട, ഇവിടെ മതി. അടുത്ത നമുക്ക് ഈ ഫാമിന് വെച്ച് ഈ ഫാം കയറാം. ഈ ഫാമ കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത ഫാം. ഈ ഫാമ കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത ഫാം. തുറക്കട്ടെ. ഇപ്പോൾ ഓടിയാണ് ചോദിക്കണം. അടുത്ത കോഴിക്കളാണ്. ഈ കോഴിക്കളാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഞങ്ങൾ ചെറുതാണ് വന്നതാണ് കേട്ടോ. ഈ കോഴിന് പണ്ടേ ഉള്ള സ്വഭാവം. ഞാൻ പേടിക്കുന്നു. കിട്ടും. വേറെ ഏത് കോഴിനും അങ്ങനത്തെ സ്വഭാവമില്ല. നോക്കിനോക്കില്ല. ഇത് വെയ്ക്കുണ്ടാവും എൻ്റെ കാലത്ത്. എനിക്ക് കിട്ടും. അതെ, ഇത് വെറ്റ കോഴിക്കളാണ്. ഫാൻ കിട്ടുന്നു. ഉണ്ടോ? അവിടെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. താമസിക്കുന്നു കോഴിക്കൾക്ക്. കുറേ ആൾക്കാർ കോഴിക്കൾക്ക് വേണ്ടേ? ഞാൻ ഇത് കോഴിക്കളെ ഫുഡാണ്. വെള്ളം ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. നല്ലതുപോലെ തയ്യാറാക്കിയതാണ്. ഇത് ഇറ്റിങ്ങൾ ചത്ത് കേട്ടോ. ചത്ത് കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കോഴിക്കളെ ചത്തിട്ടാണ്. എനിക്കറിയില്ല. ഇവിടെ എനിക്കറിയാം. ഇത് എനിക്കറിയാം. ഞാൻ ഇതിനൊന്നും ചവിട്ടണം. ചെറുതായി എനിക്ക് ഇങ്ങനെ ചവിട്ടും. ഇതിന് ഇപ്പോൾ ചവിട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊക്കെ ചെറുതായെന്നെ ഞാൻ ചവിട്ടും. അതിന് മാത്രം. അതിന് അങ്ങനെ തന്നെയില്ല.
ബാക്കി നമുക്കൊന്ന് തൊട്ട ഗുരുന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനും കേട്ടോ ഇതൊന്നും ഇല്ലായിരുന്നു തന്നെ. ഇതിനൊന്നും പ്രശ്നമില്ല. അതെ, നമ്മൾ കോഴിക്കളാണ് കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങിയത് ഈ വീട് തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരുന്നു കേട്ടോ. കോഴിക്കളാണ്, കോഴിക്കള എടുത്തിട്ടാണ് നമ്മൾ വീഴുന്നത് എന്നിട്ടുള്ളതായിരുന്നു. ആ കോഴിക്കളെ കാണുന്നു കേട്ടോ. ഇതെൻ്റെ ലവായിട്ടുള്ള കോഴിയാണ്. ഈ ഒരു കോഴിഫാമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാശത്തതാണ്, നല്ല കുഴപ്പമില്ലാത്ത കോഴിക്കളാണ്. മറ്റേ കോഴിക്കളൊക്കെ ചാടി ഞാൻ പേടിക്കും. നമ്മൾ കൊത്താൻ വരികയാണെങ്കിൽ വിചാരിച്ചാൽ നമ്മൾ പേടിക്കും. അതൊന്നും സാധാരണമാണ്. സാധാരണ ഇതൊക്കെയാണ് കേട്ടോ അത്. അപ്പം ഇതൊക്കെ നമ്മളൊരു ഫാം, പിന്നെ ഫാം എന്നൊക്കെ പറയും. ഈ ഫാമിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. എനിക്കല്ലേ ആ ഫാമിനെക്കാട്ടും നല്ല രസം ഈ ഫാം. വീട്ടിൽ വിരിക്കേണ്ട മുടി വെട്ടതാണ് കേട്ടോ. അതെ, നമുക്ക് ഈ ഫാമിൽ നിന്ന് ഇറങ്ങാം. എത്ര ഫാമുള്ളൂ? അത് ശരിക്കും 1, 2 ഇതൊന്നാണ്. ഇത് 2ആണ്. ഈ ഇവിടുത്തെ 4ാമത്തെ ഫാമിനാണ് കേട്ടോ കുറച്ച് കോഴിക്കളുള്ളത്. വെറും കുറച്ച് കോഴിക്കളാണ് ഇവിടെ ഉള്ളത്. നോക്കട്ടോ, ഇവിടെ ഇത് ഇല്ല. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒന്നുമില്ല, വെച്ചിനാണ്. ഇതാണ് കേട്ടോ അടുത്ത ഫാം. ഇതൊക്കെ ഒരു ഫാം തന്നെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ഫാമല്ലാന്ന്. പാവങ്ങളാണെങ്കിലും ദിവസം ഇതിന് ഫുഡ് കൊടുക്കലാണ് കേട്ടോ ഒരു പണി. കുട്ടികൾ ചത്താന്ന് നോക്കും. അതൊക്കെ ഒരു പണികൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കാനൊന്നും ഒരു പണിയല്ല, അതൊന്നും പ്രശ്നമില്ല, അതൊന്നും നോക്കണ്ട. കുട്ടികൾ ചത്തില്ലെങ്കിൽ അതിനെ കുഴിച്ചിടണം. ഒക്കെ ഉള്ളത് നമ്മുടെ പരിപാടിയാണ്. അല്ലാതെ അതിനെ മാത്രം ഒഴിവാക്കി നിർത്തി കോഴിക്കളെ നോക്കാനും ഒക്കെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ കടന്നാണ് നോക്കുന്നത്. ഇത് മുതൽ അതൊറ്റൊരു ഇതാണ് കേട്ടോ. നീട്ടി ഒരു ഇതാവും. ഇത്രയും നീട്ടാൻ കഴിയുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇതെൻ്റെ കണ്ണും ഇതൊക്കെയാണ് നമ്മളൊരു കോഴിക്കൂട്ടങ്ങൾ. നമ്മൾക്കിങ്ങനെ തുറക്കുമ്പോൾ ഇതെങ്ങനെ പുറത്തൊന്നും കുറഞ്ഞില്ലോ. ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇതായി ആ ചാച്ച അവിടെ അല്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഉമ്മച്ചിൻ്റെ അടുത്ത് മത്തി നമുക്ക് ഈ ഫാം കയറി നോക്കിയതല്ലേ. എനിക്ക് ശേഷം പ്രശ്നമില്ലാത്തൊരു ഫാം ആറന്നിട്ടത്. 1, 2, 3, 4, 5 ഫാമുകൾ അവിടെ ഉള്ളത്. എന്നൊക്കെ ചോദിക്കും ഞങ്ങൾക്ക്. എനിക്ക് എത്ര എന്തല്ല